പക്ഷെ ചേട്ടന്റെ പല സിനിമകളിലും ഇപ്പൊ ഞാൻ വളരെ കോമൺ ആയിട്ടൊരു സാധനം കണ്ടു. ഒരു ഗിറ്റാർ ഉണ്ടാവും, ആ ഗിറ്റാറിന് ചുറ്റും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, പാട്ട് പാടുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗുമസ്തനെടുത്ത് നോക്കൂ, അതിനുശേഷം സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കൂടലിലെ പാട്ടെടുത്ത് നോക്കൂ. എന്താ ചേട്ടാ അത്? ആ ഗിറ്റാർ സ്റ്റാർ, അതെ. ഞാൻ എന്ത് ഇത് ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു പാട്ട് പാടാൻ അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെയാണോ? അല്ല അല്ല, ഇത് എവിടെ നിന്ന് വന്നെന്നറിയാൻ ഗിറ്റാർ കേട്ട് വരും. ഗിറ്റാർ അങ്ങ് പിടിച്ചു വന്നു. എങ്ങനെയായിരുന്നു അത്? ഇനിയുണ്ട്. ഇനിയുണ്ട്? ഇനി പറഞ്ഞോട് പറഞ്ഞുതരാം. ഇനി എന്തായാലും ഞാൻ പിടിക്കപ്പെട്ട സ്ഥിതിക്ക് പറയാലോ. മാർഗംകളിയിൽ ഗിറ്റാർ വെച്ചിട്ടാ നിനക്കായി ഞാൻ. ശരിയാ, പുറകോട്ടും കൂടെ എടുക്കണമല്ലേ? മരതകം എന്ന് പറഞ്ഞ ഞാനും സനുഷയും കൂടിയുള്ള ഒരു പാട്ടുണ്ട്. ഞാൻ മരതകം, ആൻഡ്രോ ചേട്ടനാണ് പ്രൊഡ്യൂസർ. അത് ഇറങ്ങും, അത് ഇത്തിരി ഡിലേ അടിക്കും, പക്ഷെ ഇറങ്ങും. അതിൽ ഗിറ്റാറുണ്ട്, ഗുമസ്തലിൽ ഗിറ്റാറുണ്ട്, ഇതിൽ ഗിറ്റാറുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗിറ്റാർ ഉപയോഗിക്കുന്നത് അല്ലേ? വായിക്കാൻ അറിയാത്ത അതെന്താ? അല്ല, എന്നാലും ഇത്തവണ ഈ കൂടുതൽ വന്നപ്പോഴത്തേക്ക് സംവിധായകനോട് ചോദിച്ചില്ലേ എന്താ ചേട്ടാ ഇങ്ങനെ ഒരു? ഞാനിത് പറഞ്ഞു, എന്റെ കയ്യിലേക്ക് ഗിറ്റാർ എടുത്ത് തന്നപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഞാൻ എത്ര മൂന്നാലാമത്തെ ആകെ 10-15 പടമായിട്ട് അഭിനയിച്ചുള്ളൂ. അതിൽ 4 അഞ്ചെണ്ണത്തിലും ഗിറ്റാർ. പക്ഷെ ആ പാട്ടിന്റെ സ്ട്രിങ് ആണല്ലോ മെയിൻ. ആ പാട്ടിന്റെ തുടക്കമേ സ്ട്രിങ്ങിലാണ്. അപ്പൊ അതിൽ അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട്. ഇനി ഇത് പഠിക്കണം ചേട്ടാ. നമുക്ക് ഒരുപാട് ഇങ്ങനെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നെ മറ്റേ ഗിറ്റാർ ആക്ടർ ആക്കണേണോ? ഇനി ചേട്ടൻ ഇത് പഠിച്ചേ പറ്റുള്ളൂ.